ജാഗ്രതയുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയാതെ പോകുന്നതാണ് നാടിനെ മൂല്യച്യുതിക്ക് കാരണമെന്ന് ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. കേശവാനന്ദ ഭാരതി കേസിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് വിജിൻ ഹ്യൂമൻ റൈറ്റ്സ് കേരള എറണാകുളത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരിക്കുന്നവരുടെയും പ്രതിപക്ഷത്തിന്റെയും മുഖത്തു നോക്കി അഭിപ്രായം പറയാൻ ഇന്ന് ആരുമില്ലാത്തത് കേരളത്തിന്റെ അപജയമാണ് സൂചിപ്പിക്കുന്നത്. സുകുമാർ അഴീക്കോടിനെയും ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരെയും പോലുള്ളവർക്ക് പകരം വെക്കാൻ ഇന്ന് നമുക്ക് ഒരാൾ പോലുമില്ലാത്ത അവസ്ഥയാണ്. ട്രോളിലൂടെ മാത്രം ഒരു സമൂഹം പോകുമ്പോൾ അതിന്റെ അപകടം നാം തിരിച്ചറിയാതെ പോകരുത്. ഭാരതത്തെ രക്ഷിച്ച സേഫ്റ്റി വാൽവായിരുന്നു കേശവാനന്ദ ഭാരതി കേസ്. കുപ്രസിദ്ധമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു പിന്നിലെ പ്രേരണാ കാരണങ്ങളിലൊന്ന് കേശവാനന്ദ ഭാരതി കേസിലെ വിധിന്യായമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പി.എസ്. ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിന്യായം ബൃഹത്തും ഏറ്റവും അധികം ലോകം ശ്രദ്ധിക്കപ്പെട്ടതുമായിരുന്നു. 1973 ഏപ്രിലിൽ സുപ്രീം കോടതിയുടെ 13-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ശ്രദ്ധേയമായ വിധിന്യായമാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള എന്ന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 5 മാസത്തോളം തുടർവാദം നടന്നു. സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉൾപ്പെട്ട ഈ 13-അംഗ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധിയനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാർലമെന്റിന് അവകാശമില്ലെന്ന് വിധിച്ചു. ഭരണഘടന ഭേദഗതിക്കുള്ള പാർലമെന്റിന്റെയും ഭരണകൂടത്തിന്റെയും അധികാരം ഇതോടെ ഇല്ലാതാവുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ധാർമ്മികമായി ജനാധിപത്യത്തെ കൊന്നൊടുക്കി ഒരു കാലഘട്ടം ഇടുക്കി പോലെ നിബന്ധിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെയെല്ലാം കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാണുമ്പോഴാണ് മനുഷ്യ മനസ്സുകളുടെ അപജയത്തിന്റെ ആഴവും പഴുപ്പും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. വിധി പ്രസ്താവിച്ച ജഡ്ജിമാരോട് വരെ ഭരണകൂടം പ്രതികാര ബുദ്ധിയോടെ പെരുമാറി. ജീവിക്കാനുള്ള മൗലിക സ്വാതന്ത്ര്യം ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യുകയും മാധ്യമ സ്വാതന്ത്ര്യങ്ങൾക്ക് കൂച്ചുവിലങ്ങ് ഏർപ്പെടുത്തുകയും രാഷ്ട്രീയ എതിരാളികളെ ഭരണകൂടം കാരണം പറയാതെയും വിചാരണ കൂടാതെയും കരുതൽ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ മാതൃരാജ്യമായി അംഗീകാരം നേടിയതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ചടങ്ങിൽ മുൻ എം.പി. സെബാസ്റ്റ്യൻ പോൾ, റിട്ടയർഡ് ജസ്റ്റിസ് പി.എൻ. രവീന്ദ്രൻ, വേണുഗോപാൽ തുടങ്ങിയവരും സംസാരിച്ചു. ജനം, കൊച്ചി.